ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രേവതിക്ക് വലിയൊരു ഓർഡർ ലഭിക്കാണ് കേട്ടോ. അതീവ സന്തോഷത്തോടു കൂടി ആ കാര്യം വന്ന് സച്ചിയോട് പറയുകയാണെ. അങ്ങനെ സച്ചിക്ക് ഒരുപാട് സന്തോഷമാകാണ് കേട്ടോ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, പക്ഷെ സച്ചിയേട്ടാ ഒരു പ്രശ്നമുണ്ട്. പ്രശ്നമോ? എന്ത് പ്രശ്നം? അത് പിന്നെ ഒരു വലിയ ഓർഡർ അല്ലേ ഇത്. അപ്പോൾ നമ്മൾ 2 ലക്ഷം രൂപയെങ്കിലും അതിലേക്ക് മുടക്കേണ്ടി വരും. പക്ഷേ അതിൽ നിന്ന് തിരിച്ചു കിട്ടുന്നത് അതിൻ്റെ ഇരട്ടി ലാഭമായിരിക്കും, അതെനിക്ക് ഉറപ്പാണ്. പക്ഷേ ഈ 2 ലക്ഷം രൂപയ്ക്ക് നമ്മൾ എവിടെ പോകും സച്ചിയേട്ടാ എന്നിങ്ങനെ ചോദിക്കാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ സച്ചിയും ഒന്ന് പരിഭ്രമിക്കുകയാണ്. എടോ, ഇപ്പോൾ ഇത്രയും തുകയ്ക്ക് നമ്മൾ എവിടെ പോകും? അച്ഛനോടൊന്ന് ചോദിച്ചു നോക്കാം അല്ലേ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അച്ഛൻ്റെ ഇല്ല നീക്കിയിരിപ്പൊന്നും കാണില്ല, മറ്റെന്തെങ്കിലും വഴി നോക്കിയാലോ? മറ്റെന്ത് വഴി നോക്കാനാണ്? നമുക്ക് അച്ഛനോടൊന്ന് ചോദിച്ചു നോക്കാന്നേ എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രനോട് കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കാൻ കേട്ടോ സച്ചി. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, മോനെ ഇപ്പം എൻ്റെ കയ്യിൽ അത്രയും തുക ഒരുമിച്ചെടുക്കാനില്ല, പക്ഷേ അച്ഛമ്മയോട് ചോദിക്കാം. എൻ്റെ അച്ഛമ്മയോട് ചോദിച്ചേക്കാം. അച്ഛമ്മ രേവതിക്കാന്ന് പറഞ്ഞാൽ എന്തായാലും തരാതിരിക്കില്ല. പിന്നെ ഇത്രയും വലിയൊരു ഓർഡർ കിട്ടിയതല്ലേ, പിന്നെ ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും ലാഭവും നമുക്ക് നേടാൻ കഴിയുന്ന രേവതി ഉറപ്പ് നൽകുകയല്ലേ. അതുകൊണ്ട് ഏത് വിധേന നമുക്ക് ഈ പണം ഒപ്പിച്ച് രേവതിക്ക് കൊടുക്കണോടാ. അവൾക്ക് അവളുടെ ജോലിയിൽ ഉയർച്ച ഉണ്ടാകുന്ന ഒരു കാര്യമില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ നല്ല കട്ട സപ്പോർട്ടിൽ നിൽക്കാൻ കേട്ടോ. അങ്ങനെ അച്ഛമ്മനെ വിളിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും കാലി തുള്ളി അടുക്കളയിൽ നിന്ന് ഒരാളിങ്ങി വരികയാണ് കേട്ടോ. മതമിളകിയ ആനയെ പോലെ. അത് മറ്റാരുമല്ല, നമ്മുടെ ചന്ദ്രമതി തന്നെ. എന്നിട്ട് ചന്ദ്ര പറയുന്നുണ്ട്, നിങ്ങൾക്കൊക്കെ എന്തിൻ്റെ സൂക്കേടാടോ? ആ പൂക്കാരി വല്ല പൂവും അവിടെ ഇവിടെ കൊണ്ട് ഇടുന്നതിന് 2 ലക്ഷം രൂപ കൊടുക്കാനാണ്. അവൾ ചുമ്മാ നിങ്ങളിൽ നിന്ന് പണം തട്ടാൻ വേണ്ടി ഓരോന്ന് പറയുന്നതാണ്. 4 ലക്ഷം രൂപ കിട്ടുമെന്ന്. പിന്നെ ഒരു പൂക്കച്ചവടത്തിൽ നിന്ന് 2 ലക്ഷം രൂപ ലാഭം കിട്ടാൻ പോവല്ലേ? ദേ, ആവശ്യമില്ലാത്ത പരിപാടിക്ക് നിൽക്കല്ലേ എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് രവീന്ദ്രൻ പറയുന്നുണ്ട്, നിനക്ക് എന്താ ചന്ദ്രൻ, നീ നിന്റെ കാര്യം നോക്ക്. ഞാൻ നിന്റെ കയ്യിൽ നിന്നോ നിന്റെ കീശയിൽ നിന്നോ അല്ലല്ലോ കാശെടുത്ത് കൊടുക്കുന്നത്, എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നാണ് കാശെടുത്ത് കൊടുക്കുന്നത്. അതിന് നീ ഇത്ര ദണ്ണപ്പെടേണ്ട കാര്യമൊന്നുമില്ല, നീ നിന്റെ പണി നോക്ക് എന്നൊക്കെ പറയാൻ കേട്ടോ. ആ സമയത്ത് ചന്ദ്രയ്ക്കും ദേഷ്യം വരികയാണ്. ചന്ദ്ര പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേറെയും 2 മക്കളുണ്ട്, അവർക്ക് വേണ്ടി ഇത്രയും ശുഷ്കാന്തിയൊന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഈ പൂക്കാരിക്ക് വേണ്ടി മാത്രം എന്താ നിങ്ങൾക്ക് ഇത്ര ഒരു ശുഷ്കാന്തി? അവരുടെ കാര്യത്തിൽ ഇടപെടാനും അവർക്ക് വേണ്ടി സഹായിക്കാനും ഒക്കെ എന്താ ഒരു ഇത് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പൊ രവീന്ദ്രനും ദേഷ്യം വരികയാണ്. രവീന്ദ്രൻ പറയുന്നുണ്ട്, എന്റെ പൊന്നു ചന്ദ്ര, നീ എന്റെ കൺമുന്നിൽ നിന്ന് പൊയ്ക്കോ, അല്ലെങ്കിൽ 2 എന്റെ കയ്യിൽ നിന്ന് വാങ്ങും. നിന്റെ ഓരോ നേരത്തെ ചൊറിഞ്ഞ വർത്താനം കേൾക്കുമ്പോൾ എന്റെ സമനില തെറ്റിപ്പോവാ എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ അങ്ങ് അകത്തേക്ക് കയറി പോകാൻ കേട്ടോ. ഇതെല്ലാം കേട്ടുകൊണ്ട് രേവതി വരികയാണേ. എന്നിട്ട് സച്ചിയോട് പറയുന്നുണ്ട്, സച്ചിയേട്ടാ നമുക്ക് ഈ ഓർഡർ കിട്ടിയില്ലേലും വേണ്ടില്ല, അച്ഛമ്മയോട് പണം വാങ്ങിക്കണ്ട, അച്ഛനോട് പറഞ്ഞേക്കണം അച്ഛമ്മയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങണ്ടാന്ന്. അമ്മയുടെ എതിർപ്പ് കണ്ടോ? ഈ എതിർപ്പും വെച്ചുകൊണ്ട് അത് ചെയ്യണ്ട, അതാ നല്ലത് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പൊ സച്ചി പറയുന്നുണ്ട്, താൻ എന്താണോ പറഞ്ഞത്? അമ്മ എതിർക്കാത്ത എന്തെങ്കിലും കാര്യം നമ്മുടെ ജീവിതത്തിലുണ്ടോ? അമ്മ അങ്ങനെയൊക്കെ പറയാം, അമ്മയെ നീ മൈൻഡ് ചെയ്യണ്ട, നീ നമ്മുടെ കാര്യം നോക്ക് രേവതി, അച്ഛൻ എന്തെങ്കിലും സെറ്റ് ചെയ്ത് തരും എന്നൊക്കെ പറയുമ്പോൾ രേവതി പറഞ്ഞിട്ട്, വേണ്ട, അച്ഛമ്മയുടെ പൈസ വേണ്ട എന്നൊക്കെ പറയാനുണ്ടോ. അച്ഛമ്മ പിന്നെ അത് തിരികെ വാങ്ങിക്കത്തുമില്ല. അത്രയും രൂപയൊക്കെ അച്ഛമ്മയുടെ നിന്ന് നമ്മൾ എങ്ങനെയാ വാങ്ങിക്കണേ? അതുകൊണ്ട് വേണ്ട സച്ചിയേട്ടാ, സച്ചിയേട്ടൻ വേറെ ആരുടെ കയ്യിലൊന്ന് ചോദിച്ചു നോക്കൂ എന്ന് പറയാനിട്ടോ. അപ്പൊ സച്ചി പറയുന്നുണ്ട്, കേട്ടോ എനിക്ക് പരിചയത്തിലുള്ളത് എൻ്റെ കൂടെ ടാക്സി ഓടിക്കുന്നവരാ, അവരുടെ കയ്യിലൊന്നും ഇത്രയും വലിയ തുകയൊന്നും എടുക്കാനുണ്ടാവില്ല. പിന്നെ എങ്ങനെയാടോ എന്നൊക്കെ പറയുമ്പോൾ സച്ചിയേട്ടനും ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്ക്, എന്തെങ്കിലും വഴി ഈശ്വരൻ കാണിച്ചു തരും സച്ചിയേട്ടാ എന്നൊക്കെ പറയാനിട്ടോ. അപ്പൊ സച്ചി പറഞ്ഞിട്ട്, ആ ശരി, എന്തെങ്കിലും വഴി നമുക്ക് നോക്കാം, എന്തായാലും ഈ ഓർഡർ അങ്ങനെ വിട്ടുകളയാൻ ഞാൻ മനസ്സ് വെച്ചിട്ടില്ല, ഏത് വിധേനും ഈ ഓർഡർ നമുക്ക് തന്നെ വേണം രേവതി എന്നൊക്കെ പറയാനിട്ടോ. അങ്ങനെ രേവതിക്ക് ഒരു ആശ്വാസവാക്കൊക്കെ നൽകിയിട്ടായിരിക്കും സച്ചി പുറത്തേക്ക് പോകുന്നത്. അന്നേ ദിവസം സച്ചിക്ക് കുറേ ഓട്ടം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സച്ചി വീട്ടിലേക്ക് എത്തുമ്പോഴായിരിക്കും കാറിന്റെ പുറകിലത്തെ സീറ്റിൽ ഒരു ബാഗ് ഇരിക്കുന്ന കാണുകയാണ്. അങ്ങനെ ആ ബാഗ് എടുത്ത് നോക്കുമ്പോൾ അതിൽ പൈസ, അത് മൊത്തം എണ്ണി തിട്ടപ്പെടുത്തി നോക്കുമ്പോഴായിരിക്കും 2 ലക്ഷം രൂപയുണ്ട്. ഓടി വന്ന് രേവതിയോട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണേ. ഉടനെ രേവതി പറയുന്നുണ്ട്, അയ്യോ സച്ചേട്ടാ, ഈ കാശിന്റെ ഉടമസ്ഥൻ ഇപ്പോൾ ഈ കാശ് കാണാതെ ആകെ വലയായിരിക്കും, ആകെ സങ്കടത്തിലായിരിക്കും. അതുകൊണ്ട് ഈ കാശ് എത്രയും പെട്ടെന്ന് നമുക്ക് തിരിച്ചു കൊടുക്കണം സച്ചേട്ടാ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ സച്ചി പറയാണ്, ഇപ്പൊ നമുക്ക് 2 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്, ഇനി ദൈവം നമുക്കായിട്ട് കരുതി തന്നാണോ എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, അങ്ങനൊന്നും കരുതണ്ട സച്ചേട്ടാ, ഇത് നമ്മുടെ കാശല്ല, മറ്റാരുടെയോ കാശാണ്, എത്ര നാളത്തെ അധ്വാനമായിരിക്കും, അത് നമുക്ക് വേണ്ട, നമുക്ക് എങ്ങനെയെങ്കിലും അത് ഉടമസ്ഥന്റെ കയ്യിൽ തിരികെ എത്തിക്കണം എന്നൊക്കെ പറയാണേ. ഇത് കേട്ടോണ്ട് രവീന്ദ്രൻ വരുന്നുണ്ട്. രവീന്ദ്രൻ പറയുന്നുണ്ട്, അതേ മോനെ, ഈ പണം എത്രയും പെട്ടെന്ന് അതിന്റെ ഉടമസ്ഥന് തിരികെ കൊടുക്കണം
എന്നൊക്കെ പറയാനുണ്ടോ. അപ്പോൾ സച്ചിൻ പറഞ്ഞിട്ട് അതെൻ്റെ മനസ്സിലുണ്ടച്ചാ, ഞാൻ എന്തായാലും പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം, അവിടെ ചെന്നിട്ട് ഈ പണം ഏൽപ്പിക്കാം. ഞാൻ എൻ്റെ കാറിൽ മുമ്പ് സവാരി ചെയ്ത് വന്ന 2-3 പേരോടൊക്കെ വിളിച്ച് ചോദിച്ചു എന്തെങ്കിലും നിങ്ങൾ കാറിൽ വെച്ച് മറന്നു പോയിട്ടുണ്ടോ എന്നൊക്കെ. പക്ഷേ ആരും ഒന്നും പറഞ്ഞില്ല. പിന്നെ 2-3 പേര് കയറിയിട്ടുണ്ടായിരുന്നു, അവരുടെ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് അറിയില്ല അച്ഛാ. എന്തായാലും നമുക്ക് ചെന്ന് പോലീസിനെ ഒന്ന് കാണാം അല്ലേ അച്ഛാ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ആ ബാഗുമായിട്ട് പോകാൻ നിൽക്കുമ്പോഴായിരിക്കും ശ്രുതി അവിടേക്ക് പറഞ്ഞതേ. എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ആ പണം എനിക്ക് താ, ഞാൻ എൻ്റെ ബിസിനസ് ഡെവലപ്പ് ചെയ്തോളാം, കയ്യിൽ കിട്ടിയ ഭാഗ്യം ഇങ്ങനെ കൊണ്ട് തലയ്ക്കാൻ നിങ്ങൾക്കൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അതാടാ സച്ചി, നീ ഇപ്പോഴും ഗതി പിടിക്കാതെ ഇങ്ങനെ നടക്കുന്നത്, ആ കാശ് എനിക്കിതാ, നീ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഉടമസ്ഥനെ തപ്പിപ്പിടിച്ച് ഞാൻ കൊടുത്തോളാം എന്നൊക്കെ പറയാനിട്ടോ. അപ്പോൾ സച്ചി പറഞ്ഞിട്ട് വേണ്ട വേണ്ട, ഉടമസ്ഥനെ തപ്പിപ്പിടിക്കാനാന്നും പറഞ്ഞ നീ പോയിട്ട് ഇത് നിന്റെ കീശയിലിടാനുള്ള പരിപാടിയാണ്, എനിക്ക് നന്നായിട്ട് അറിയാം. പൊന്നു ചേട്ടാ, നിന്നെ കാണാൻ തുടങ്ങിയിട്ട് 1-2 കൊല്ലമൊന്നും അല്ല, 10-30 കൊല്ലമായി എന്നൊക്കെ പറയാനിട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, കുബുദ്ധിയുടെ ആശാനാണ് നീ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ടേ ഈ പണം ഞാൻ ഇതിന്റെ ഉടമസ്ഥന്റെ കയ്യിൽ എത്തുന്നിടം വരെ പോരാടും എന്നൊക്കെ പറയാണേ. ചന്ദ്രമതിയും കേൾക്കുന്നുണ്ട്. എന്നിട്ട് ചന്ദ്രമതിയും പറയുന്നുണ്ട്, ഇത് ശ്രുതിക്ക് കൊടുക്കുകയാണെങ്കിൽ ശ്രുതിയുടെ ബിസിനസ്സൊക്കെ ശ്രുതി ഇച്ചിരി ഒന്ന് നീട്ടിയേനെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും നമ്മുടെ രവീന്ദ്രൻ പറയാണ്, എടി ചന്ദ്രേ, മക്കൾക്ക് നല്ല വഴി പറഞ്ഞു കൊടുക്കേണ്ട അമ്മയാണോ നീ? എന്നിട്ട് അവരെ മൂട്ടിക്കാനും കക്കാനും അതുപോലെ തന്നെ ചുമ്മാ കിട്ടുന്നത് കീശയിലോട്ട് വെക്കാനും ഒക്കെയാണോട്ട് നീ പഠിപ്പിക്കുന്നത്? നല്ല അമ്മ തന്നെ എന്ന് പറഞ്ഞ് നാണം കെടുത്താണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ഒരു കൂസലും ഇല്ലാതെ ഇതൊക്കെ എത്ര കേട്ടിരിക്കുന്നു എന്ന മട്ടിൽ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ചന്ദ്രയെ അങ്ങനെ പിന്നീട് കാണിക്കുന്നത് സച്ചിൻ രേവതിയും കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ കേട്ടോ. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കിനും അവർ ഡീറ്റെയിൽസും അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് ആ പണം നൽകുകയാണ് കേട്ടോ സച്ചി. ശേഷം സച്ചി തിരികെ വീട്ടിലേക്ക് എത്തുകയാണേ. ആ ഒരു സമയത്തായിരിക്കും പിറ്റേ ദിവസം നമ്മുടെ പോലീസുകാർ ആ ഒരു ഉടമസ്ഥനെ തപ്പി അദ്ദേഹത്തിന് ഈ ക്യാഷൊക്കെ തിരികെ ഏൽപ്പിക്കാൻ കേട്ടോ. അപ്പോൾ ആ ഒരു ഉടമസ്ഥൻ പറയുന്നുണ്ട്, എനിക്ക് ഇത് കൊണ്ടു തന്ന ആ ഒരു ടാക്സി ഡ്രൈവറെ ഒന്ന് നേരിട്ട് കാണാൻ വല്ല വഴിയുണ്ടോ, അയാളുടെ നമ്പർ ഒന്ന് തരുമോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അങ്ങനെ ആ സച്ചിയെ കാണാൻ വേണ്ടി അദ്ദേഹം നേരിട്ടെത്തുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഒരുപാട് പിടിപാടുള്ള ആളാണ്, പക്ഷേ പെട്ടെന്നൊരു അത്യാവശ്യത്തിന് വേണ്ടി ഈ പണം എനിക്ക് വേണ്ടി വന്നു, അതുകൊണ്ട് പോയ സമയത്ത് ഏതോ ഒരു കള്ളൻ എൻ്റെ നിന്ന് ഈ പണം മോട്ടിച്ചുകൊണ്ട് പോയത്. അദ്ദേഹമായിരിക്കും ആ പുള്ളിയായിരിക്കും തങ്ങളുടെ കാറിൽ ഈ പണം കൊണ്ടുവച്ചത്. എന്തായാലും എനിക്ക് ഈ ഒരു സമയത്ത് വലിയൊരു ഉപകാരമായിരുന്നു, അതുകൊണ്ട് എന്ത് സഹായം വേണമെങ്കിലും എന്നോട് നിങ്ങൾക്ക് ചോദിക്കാം, ഞാൻ നിങ്ങൾക്ക് എന്ത് സഹായം ചെയ്യാനും ഞാൻ റെഡിയാണ്, എന്നെ ഒരു നിർണായക ഘട്ടത്തിലാണ് നിങ്ങൾ ഹെൽപ്പ് ചെയ്തത് എന്നൊക്കെ പറയാൻ കേട്ടോ. ആ സമയത്ത് സച്ചി പറഞ്ഞിട്ട്, ഏയ് സർ, ഇത് എൻ്റെ കടമയല്ലേ, എനിക്ക് അതിന് പ്രത്യേക ഉപഹാരം ഒന്നും വേണ്ട, സാറിൻ്റെ ഈ ഒരു മനസ്സ് നിറഞ്ഞുള്ള വാക്കുകൾ മാത്രം മതി എന്നൊക്കെ പറയാൻ കേട്ടോ. എന്തായാലും നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ചെറുപ്പക്കാരുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാർഡ് എടുത്ത് കയ്യിലേക്ക് കൊടുക്കുകയാണേ. തങ്ങൾക്ക് എന്താവശ്യം വന്നാലും എന്നെ ഒന്ന് വിളിക്കാൻ മടിക്കില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് തോളിൽ നിന്ന് തട്ടിയിട്ടൊക്കെ ആയിരിക്കും കേട്ടോ അയാൾ പോകുന്നത്. ഒരു വലിയ ബിസിനസ്മാൻ ആയിരിക്കും കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് സച്ചിയാണെങ്കിൽ ആകെ വിഷമത്തിലിരിക്കുകയാണേ. രേവതി അടുത്തേക്ക് പറഞ്ഞിട്ട് ഒരു ചായയൊക്കെ ആയിട്ട് വരികയാണ് കേട്ടോ. രേവതി പറയുന്നുണ്ട്, എന്താ സച്ചിട്ടാ മുഖം ആകെ വല്ലാതിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയാണ്, എടോ ആ ഓർഡർ നമുക്ക് കിട്ടുമെന്ന് തോന്നില്ലടോ, ഞാൻ ചോദിക്കാവുന്നവരോടെല്ലാം ചോദിച്ചു, പൈസ കിട്ടിയില്ല, അച്ചമ്മയോട് തന്നെ ചോദിച്ചാൽ മതിയായിരുന്നു, താനല്ലേ സമ്മതിക്കാത്തത് എന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, അത് പിന്നെ മറ്റൊന്നും കൊണ്ടല്ല, അച്ചമ്മ ചോദിച്ചാൽ ഉടനെ പൈസ തരുമെന്ന് എനിക്ക് നല്ലതായിട്ട് അറിയാം, പക്ഷേ അമ്മയുടെ എതിർപ്പ് കണ്ടോ, ഇനി അച്ചമ്മ നമുക്ക് പൈസ തന്നിട്ട് പിന്നെ അച്ചമ്മയ്ക്ക് തിരിച്ചു കൊടുക്കും, അത് അച്ചമ്മയോട്ട് മേടിക്കത്തുമില്ല, പിന്നെ അത് എനിക്കൊരു സങ്കടമായിരിക്കും സച്ചേട്ടാ, അതുകൊണ്ടാണ് നമ്മുടെ പൈസയ്ക്ക് മതി സച്ചേട്ടാ, നമുക്ക് നോക്കാം, ഇനി ആ ഓർഡർ കിട്ടിയില്ലെങ്കിൽ സാരില്ല, നമുക്കതിനുള്ള വിധിയില്ല എന്ന് കരുതാം എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി അങ്ങനെ പോകാൻ കേട്ടോ. അപ്പോൾ രേവതിക്കും നല്ല സങ്കടമാണെന്ന് മനസ്സിലാക്കുന്ന സച്ചിയാണെങ്കിൽ എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്നറിയാതെ ആകെ ദുഃഖിച്ചിരിക്കുകയാണേ. ആ ഒരു സമയത്തായിരിക്കും ആ കാലത്ത് തന്നെ കാണാൻ വന്ന ആ പുള്ളിയുടെ ആ ഒരു കാർഡ് തൻ്റെ കയ്യിലുണ്ടല്ലോ, അതിലൊന്ന് വിളിച്ചു നോക്കിയാലോ എന്നിങ്ങനെ ഓർക്കുകയാണേ. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഒന്ന് വിളിച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് ആ പുള്ളിയെ വിളിക്കാൻ കേട്ടോ. ഇങ്ങനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, അതെ സാറിനെ ബുദ്ധിമുട്ടിച്ചു എന്ന് കരുതരുതേ, അത്രയ്ക്കൊരു അത്യാവശ്യം വന്നിട്ടാണ്, ഇനി മേലാൽ ഞാൻ ആവർത്തിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അതിന് ഇത്ര വലിയ മുഖവരെയൊക്കെ കാണിക്കണോ സച്ചി, തന്നോട് ഞാൻ എന്താ പറഞ്ഞിട്ട് വന്നേ, തനിക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നെ തനിക്ക് കോൾ ചെയ്യാന്നല്ലേ പറഞ്ഞിട്ട് വന്നേ, എന്നിട്ട് തൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇത്രയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ, തനിക്ക് എന്ത് സഹായം ചെയ്യാനും എനിക്ക് പൂർണ്ണ മനസ്സാണ് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്, താൻ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, 2 ലക്ഷം രൂപ ഞാൻ തനിക്ക് വേണ്ടി തന്ന് സഹായിച്ചേനെ, പക്ഷേ
ഈ ഈ ഒരു ഓഡിറ്റോറിയം ഇല്ലേ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ, അതുകൊണ്ട് താൻ അഡ്വാൻസ് ഒന്നും മുടക്കണ്ട കേട്ടോ, ഞാൻ അവരെ വിളിച്ച് പറഞ്ഞോളാം. എന്നിട്ട് നിങ്ങൾ വർക്കെല്ലാം കംപ്ലീറ്റ് ആക്കിക്കോ, എന്നിട്ട് അവർ ക്യാഷ് പിന്നെ തന്നോളും എന്ന് പറയാൻ കേട്ടോ. വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നോളും, നിങ്ങൾ മുൻകൂറായിട്ട് അതിൻ്റെ അഡ്വാൻസും പേയ്മെൻറ്റും ഒന്നും ചെയ്യണ്ട കേട്ടോ, അത് പോരെ എന്ന് പറയാനേ. അപ്പോൾ സച്ചിക്ക് ഒരുപാട് സന്തോഷമാണ് കേട്ടോ. ഇത് മതി സർ, മതി എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അതോ 2 ലക്ഷം രൂപ വേണോ, എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം, തൻ്റെ സത്യസന്ധത എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ സച്ചി പറഞ്ഞിട്ട് വേണ്ട സർ, ആ ക്യാഷ് ഞങ്ങൾക്ക് വേണ്ട, സാറാണെങ്കിൽ അങ്ങനൊന്ന് വിളിച്ച് പറഞ്ഞാൽ മതി, പിന്നെ ഞങ്ങൾക്ക് അതിൻ്റെ ബിസിനസ്സിൻ്റെ തുക കിട്ടുമ്പോൾ തന്നെ ഞങ്ങൾക്ക് തിരികെ കൊടുത്താൽ മതിയല്ലോ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ഓക്കെ സച്ചി, പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം, എൻ്റെ ഒറ്റ സുഹൃത്താണ് അവൻ, അതുകൊണ്ട് തന്നെ അവനോട് പറഞ്ഞിട്ട് ആ ഓഡിറ്റോറിയത്തിൽ പറഞ്ഞ മുഴുവൻ ഓർഡറും സച്ചിക്ക് ഞാൻ മേടിച്ച് തരും. സച്ചിയുടെ വൈഫല്ലേ ഇതൊക്കെ ചെയ്യുന്നത്, സച്ചിയുടെ വൈഫിന് ഞാൻ മേടിച്ച് കൊടുക്കും, ഇതെൻ്റെ വാക്കാണെന്നൊക്കെ പറയുകയാണേ. ഇത് കേൾക്കുമ്പോൾ സച്ചിക്ക് ഒരുപാട് സന്തോഷമാകാനായിട്ട്. എന്നിട്ട് സച്ചി പറഞ്ഞിട്ട് ഒരുപാട് താങ്ക്സ് ഉണ്ട് സർ, സാറിനെ ഇന്ന കാലത്ത് ദൈവമാണ് ഞങ്ങളുടെ കൺമുന്നിൽ കൊണ്ടെത്തിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ഫോൺ വെക്കാനിട്ടോ. അങ്ങനെ രേവതി ആണെങ്കിൽ റൂമിൽ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുകയായിരിക്കും കേട്ടോ. ഓടി ചെല്ലുന്നുണ്ട് രേവതിയുടെ അടുക്കിലേക്ക് സച്ചി. എന്നിട്ട് അങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ പൊക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ സച്ചിട്ട് കാണിക്കുന്നത്, സച്ചിട്ട് ഇതെന്താ പറ്റി എന്ന് ചോദിച്ച് രേവതി ദേഷ്യപ്പെടുകയാണ്. ഉടനെ പറയുന്നുണ്ട്, എടോ ഇന്നൊരു ഹാപ്പി ന്യൂസ് ഉണ്ട്. ഹാപ്പി ന്യൂസോ, എന്ത് ഹാപ്പി ന്യൂസ് എന്ന് ചോദിക്കുമ്പോഴത്തേനും സച്ചി പറയണേ, ഞാൻ രാവിലെ മറ്റേ നമ്മളെ കാണാൻ വന്നില്ലേ, അവൻ്റെ ഒരു കാർഡൊക്കെ തന്നില്ലേ, അദ്ദേഹത്തെ ഞാനൊന്ന് വിളിച്ചു നോക്കി, എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചോദിച്ചതില്ലേ എന്നൊക്കെ ചോദിക്കുകയാണേ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അയ്യോ അദ്ദേഹത്തിനോട് ചോദിച്ചോ ക്യാഷ്, ഒന്നും നമ്മളെ ഒന്നും അറിയുക പോലും ചെയ്യാത്ത പുള്ളിയോട് 2 ലക്ഷം രൂപയ്ക്ക് ചോദിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്ന സച്ചിയേട്ടാ. ഈ സച്ചിയേട്ടൻ്റെ ഒരു കാര്യം മനുഷ്യന് നാണം കെടുത്തും, ആ ഓർഡർ കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല എന്നല്ലേ ഉള്ളൂ, ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്താൽ മതിയായിരുന്നു എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ സച്ചി പറഞ്ഞിട്ട് അതൊന്നും അല്ലടോ, അദ്ദേഹം പറഞ്ഞു അഡ്വാൻസ് ഒന്നും കൊടുക്കണ്ട, താൻ ഡിസൈൻ ചെയ്യാനിരുന്ന ആ ഒരു ഓഡിറ്റോറിയം അദ്ദേഹത്തിൻ്റെ ഒരു ഉറ്റ സുഹൃത്തിൻ്റെയാണ്, അതുകൊണ്ട് പുള്ളി വിളിച്ച് പറയാമെന്നൊക്കെയാണ് പറഞ്ഞത്, നമ്മൾ അഡ്വാൻസ് ഒന്നും കൊടുക്കണ്ടെന്ന്, പിന്നെ അവിടെ വരുന്ന എല്ലാ ഓർഡറുകളും തനിക്ക് പിടിച്ചു തരാമെന്നും പറഞ്ഞു. ആണോ സച്ചേട്ടാ, ഇതൊക്കെ സത്യമാണോ, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, ഞാൻ ഈ നിമിഷം വരെ വിചാരിച്ചിരുന്നത് എനിക്ക് ആ ഓർഡർ കിട്ടില്ല എന്നാ, ഒരുപാട് സന്തോഷമാണ് സച്ചേട്ടാ എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ രേവതി തുള്ളിച്ചാടുകയാണേ. സച്ചിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. ആണോ എന്ന് പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഇവർ സാധനങ്ങളൊക്കെ ആയിട്ട് പോകാൻ കേട്ടോ ഓഡിറ്റോറിയത്തിൽ. അങ്ങനെ ആ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ കേട്ടോ. അതിമനോഹരമായിട്ടായിരിക്കും കേട്ടോ നമ്മുടെ രേവതി ആ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തത്. ആ ഒരു കല്യാണ ആൾക്കാർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ അവിടുത്തെ ഉടമസ്ഥനും പറയുന്നുണ്ട്, ഇനിയുള്ള വർക്കുകളൊക്കെ നിങ്ങൾക്ക് പിടിച്ചു തരാം കേട്ടോ എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ 4 ലക്ഷം രൂപയുമായിട്ട് നമ്മുടെ രേവതി വീട്ടിലേക്ക് മടങ്ങുകയാണേ. അങ്ങനെ രേവതി വരുമ്പോൾ തന്നെ നമ്മുടെ സച്ചി ആണെങ്കിൽ മാലയിട്ട് സ്വീകരിക്കാൻ കേട്ടോ. ഉടനെ ചന്ദ്രൻ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്, എടാ 4 ലക്ഷം രൂപയല്ലേ നിൻ്റെ ഭാര്യയ്ക്ക് കിട്ടിയത്, അല്ലാതെ 4 കോടിയൊന്നും അല്ലല്ല, പിന്നെ നിൻ്റെ പ്രഹസനമൊക്കെ കണ്ടാൽ തോന്നും, എനിക്ക് നല്ല ദേഷ്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രയ്ക്ക് അങ്ങ് ചൊറിഞ്ഞു വരികയാണ്. ഈ സമയത്ത് രവീന്ദ്രൻ പറയുന്നുണ്ട്, എടാ നിൻ്റെ അമ്മ പറഞ്ഞൊന്നും കാര്യമാക്കണ്ട, നിൻ്റെ ഭാര്യ ഒറ്റ ദിവസം കൊണ്ടാണ് 4 ലക്ഷം രൂപ സമ്പാദിച്ചത്, ഇവിടെ ഉള്ളവരൊക്കെ അതൊക്കെ എത്ര മാസം കൊണ്ട് സമ്പാദിക്കുന്നതാ, അപ്പോൾ ഇവർക്ക് ഇച്ചിരി കണ്ണിക്കടിയൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയാൻ കേട്ടോ. എന്നിട്ട് രവീന്ദ്രൻ പറഞ്ഞിട്ട്, നീ ആ പണം ഇവർക്ക് കൊടുക്കാൻ സമ്മതിച്ചിരുന്നെങ്കിൽ നിനക്ക് ഇതിൻ്റെ വിഹിതം എന്തെങ്കിലും കിട്ടിയനല്ലോ എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ കളിയാക്കാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ചന്ദ്രയ്ക്ക് ദേഷ്യം വരികയാണേ. ഉടനെ ചന്ദ്ര പറയാനായിട്ട്, ഇവളുടെ കാശ് കൊണ്ട് എനിക്ക് ജീവിക്കണ്ട, എൻ്റെ മക്കളെ ഒന്നാന്തരമായിട്ട് സമ്പാദിക്കുന്നുണ്ട്, ബ്യൂട്ടി പാർലറും പിന്നെ ഹോം അപ്ലയൻസസും ഒക്കെ ആയിട്ട്, അത്രയ്ക്ക് വലിയ കോടീശ്വരൊന്നും അല്ലല്ലോ. ഇവള് ഈ പൂക്കച്ചവടം ചെയ്തിട്ട് 4 ലക്ഷം രൂപ ഉണ്ടാക്കിയതിൻ്റെ പ്രകടനമൊന്നും ഇവിടെ കാണിക്കണ്ട എന്നൊക്കെ പറയാനിട്ടോ. എൻ്റെ മക്കളെ എത്ര വേണമെങ്കിലും എനിക്ക് ക്യാഷ് തരും, എത്ര വേണമെങ്കിലും, അവർക്കൊക്കെ എന്ത് ലാഭമാണെന്നറിയാവോ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയും ഒക്കെ അങ്ങ് പുകഴ്ത്താണ് കേട്ടോ. ഈ സമയത്ത് ശ്രുതി മനസ്സിൽ വിചാരിക്കുകയാണ്, എൻ്റെ ഭഗവാനെ, ആ ബ്യൂട്ടി പാർലർ പോലും എൻ്റെ അല്ല, ഈ അമ്മയുടെ ഓരോ വർത്തമാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് എന്നിട്ട് നമ്മുടെ സച്ചി പറയുന്നുണ്ട്, ഇവൾക്ക് ഇനിയുള്ള ഓർഡറുകൾ മുഴുവൻ ഇവൾക്കാണ് കിട്ടുന്നത്, അത് വമ്പൻ ഓർഡറുകളാണ്, എല്ലാ ലക്ഷക്കണക്കിന് ക്യാഷ് കിട്ടുന്ന ഓർഡറുകളാണ്, എല്ലാം ഇവൾക്കാണ് കിട്ടുന്നത്. ഇവളിന്ന് ചെയ്തതിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ട് കുറേ പേര് എന്നെ വിളിച്ചു, ഡേറ്റ് ഫ്രീ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു എന്നൊക്കെ പറയാൻ കേട്ടോ. ഉടനെ രവീന്ദ്രൻ പറയുന്നുണ്ട്, ഈശ്വരാനുഗ്രഹം കൊണ്ടാ മോനെ, ഇനി രേവതിക്ക് വെച്ചിട്ട് കയറ്റുക എന്നൊക്കെ പറയാൻ കേട്ടോ. എന്നിട്ട് സച്ചിൻ പറഞ്ഞിട്ട്, എൻ്റെ ഭാര്യയുടെ സമയം തെളിഞ്ഞു, കൂടെ എൻ്റെ അല്ലേ അച്ഛ എന്ന് പറഞ്ഞിട്ട് അമ്മേനെ ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട്
നമ്മുടെ സച്ചിയാണെങ്കിൽ ചന്ദ്രമതിയോട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ക്യാഷ് എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് ചോദിക്കാൻ മറക്കല്ലോ കേട്ടോ, കടമായിട്ട് ഞാൻ തന്നേക്കാം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ട് പോകാൻ കേട്ടോ. ഈ സമയത്ത് നമ്മുടെ വർഷ വന്നിട്ട് ചന്ദ്രമതിയോട് പറഞ്ഞിട്ട് എന്താ അമ്മേ ഇങ്ങനെ അസൂയം കുശുമ്പോ ഒന്നും പാടില്ല കേട്ടോ, ചേച്ചി ചെയ്ത കാര്യം എത്ര വലിയ കാര്യമാണ്. ഒരു ദിവസം കൊണ്ടാണ് ചേച്ചി 4 ലക്ഷം രൂപ ഉണ്ടാക്കിയത്. ഞാൻ ഡബ്ബിംഗ് ഒക്കെ ചെയ്ത് മാസങ്ങളായാലും അത്രയും ക്യാഷ് എനിക്ക് കിട്ടില്ല. ആ ചേച്ചി അഭിനന്ദിക്കാൻ വേണ്ട, അല്ലാതെ ഇങ്ങനെ കുശുമ്പ് കാണിക്കല്ല വേണ്ടത് എന്ന് പറയാനിട്ടോ വർഷ. അത് പറഞ്ഞിട്ട് കയറി പോകുവാണേ. ഉടനെ ചന്ദ്രയോട് നമ്മുടെ രവീന്ദ്രൻ പറയുന്നുണ്ട്, എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവത്തില്ലാത്ത ഒരുത്തിയായി പോയല്ലോടി നീ. നല്ലതിനെ നല്ലതായിട്ട് അംഗീകരിക്കാൻ പഠിക്കണം, അല്ലാതെ നിന്റെ ചുതിമോളും ചുതിമോനെ മാത്രം അങ്ങ് പൊക്കി പിടിച്ച് വെച്ചോണ്ടിരുന്നാൽ പോരാ എന്നൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രനും അങ്ങ് പോകുകയാണ് കേട്ടോ. അങ്ങനെ രേവതിക്ക് വെച്ചടി കയറ്റം കിട്ടുകയാണേ. രേവതിക്ക് ഒരുപാട് ഓർഡറുകൾ കിട്ടാനിട്ടോ, അങ്ങനെ ഒരുപാട് ലാഭം കിട്ടാനിട്ടോ. ഇതൊക്കെ കണ്ട് കണ്ണിക്കടിയായിട്ട് നിൽക്കുമായിരിക്കും കേട്ടോ നമ്മുടെ സുധിയും അതുപോലെ തന്നെ ചന്ദ്രമതിയൊക്കെ. ഇപ്പോൾ ശ്രുതിക്ക് ആകെ ഭയമാണേ. എനിക്കാണെങ്കിൽ നല്ല രീതിക്കൊരു ലാഭം പോലും അതിൽ നിന്ന് കിട്ടുന്നില്ല. ആകെ കുറച്ച് മാസം ശമ്പളമായിട്ട് കുറച്ച് എന്തെങ്കിലും കിട്ടും. ഇനി രേവതി എന്നെക്കാളും വലിയ പണക്കാരിയായി പോകുമോ? എനിക്ക് തീർന്നു. ഇവർ അങ്ങോട്ടേക്ക് ചായ്വാകും, പിന്നെ ഞാൻ ഇവിടുത്തെ അടുക്കളക്കാരിയാകും എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ എന്നൊക്കെ ഓർക്കാനും കേട്ടോ നമ്മുടെ ശ്രുതി. അങ്ങനെ ദുഃഖിച്ചിരിക്കുന്ന ശ്രുതിയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഒരു എപ്പിസോഡ് കഴിഞ്ഞത്. അപ്പോൾ ഇതുപോലെ രസകരമായ മുഹൂർത്തങ്ങളൊക്കെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ആ ലൈക്കും കൂടെ ചെയ്തേക്കണേ.